സാധാരണ ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന മോദി സർക്കാർ ഒരു പതിവും തെറ്റിക്കുന്ന കോളില്ല. അമേരിക്കയ്ക്ക് പണയം വെക്കാൻ പോകുന്ന ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്നതാണ് കേന്ദ്ര സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന്റെയും വില കൂട്ടി സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് സ്വന്തം കീശ എങ്ങനെ വലുതാക്കാം എന്ന് ആലോചിക്കുന്ന കേന്ദ്ര സർക്കാർ പതിവ് തെറ്റിക്കാതെ വില കൂട്ടിയിരിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ കൂട്ടി. ഇത് സംബന്ധിച്ച ധനമന്ത്രാലയത്തിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട്. എക്സൈസ് തീരുവ 2 രൂപ വീതം ഉയർത്തിക്കൊണ്ടുള്ള തീരുമാനമാണ് വന്നിട്ടുള്ളത്. അതേസമയം നികുതി വർധനവ് സാധാരണക്കാരെ ബാധിക്കില്ല എന്നും പറയപ്പെടുന്നുണ്ട്. പെട്രോളിന്റെ എക്സൈസ് തീരുവ 11 നിന്ന് 13 ഡീസലിന്റേത് 8 രൂപയിൽ നിന്ന് 10 രൂപയായും വർദ്ധിപ്പിച്ചതായാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ സാഹചര്യത്തിലാണ് കേന്ദ്രം നികുതി കൂട്ടിയിരിക്കുന്നത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞത് നേട്ടമാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. ഇതോടെ വിലക്കുറവിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കില്ല എന്നും ഉറപ്പായിരിക്കുകയാണ്. ഗാർഹിക ഉപയോഗത്തിനുള്ള പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. സിലിണ്ടറിന് 50 രൂപ വർദ്ധിപ്പിച്ചതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി തിങ്കളാഴ്ച അറിയിച്ചിട്ടുണ്ടായിരുന്നു. വർധനവ് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയുടെ കീഴിലുള്ള ഉപഭോക്താക്കൾക്കും വില വർധനവ് ബാധകം തന്നെയാണ്. 14.2 കിലോഗ്രാം പാചകവാതകം അടങ്ങിയ സിലിണ്ടറിന്റെ വില 803 രൂപയിൽ നിന്ന് 853 രൂപയായിരിക്കുകയാണ്. സാധാരണ ഉപഭോക്താക്കൾ ഈ വിലയാണ് ഇനി നൽകേണ്ടത്. ഉജ്ജ്വല പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾ സിലിണ്ടറിന് 553 രൂപ നൽകണം. 500 രൂപയായിരുന്നു നിലവിലെ വില. രാജ്യത്തെ പാചകവാതക വില സർക്കാർ 2 ആഴ്ച കൂടുമ്പോൾ അവലോകനം ചെയ്യുമെന്നും ഹർദീപ് സിംഗ് പുരി അറിയിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കം നടപടിക്ക് പിന്നാലെ ആഗോള എണ്ണ വിലയിൽ ഇടിവുണ്ടായിരുന്നു. തുടർന്ന് ഇന്ത്യയിൽ ഇന്ധനവില കുറയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് ഈ അപ്രതീക്ഷിതമായി കേന്ദ്രം എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയിട്ടുള്ളത്. ഇതോടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകേണ്ടിയിരുന്ന വിലക്കുറവ് കിട്ടാൻ ഒരു സാധ്യതയുമില്ല. ക്രൂഡ് വില 4 വർഷത്തെ താഴ്ചയായ $60 ഇടിഞ്ഞത്. നിലവിൽ കേരളത്തിൽ, അതായത് തിരുവനന്തപുരത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ പെട്രോളിന് ലിറ്ററിന് 107.48 രൂപയും ഡീസലിന് ലിറ്ററിന് 96 രൂപ 48 പൈസയുമാണ് ഇപ്പോഴുള്ളത്.